മോട്ടറോളയുടെ 11,000 രൂപ പ്രൈസ് റേഞ്ചിൽ വരുന്ന പുതിയ സ്മാർട്ട് ഫോണാണ് മോട്ടോ G45 5G. അതുപോലെ തന്നെ റിയൽമിയുടെ 11,000 രൂപ പ്രൈസ് റേഞ്ചിൽ വരുന്ന 5G ഫോണാണ് റിയൽമി C63 5G. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് മോട്ടോ G45 5Gയും അതുപോലെ തന്നെ റിയൽമി C63 5Gയും തമ്മിലുള്ള ഒരു കമ്പാരിസൺ ആണ്. അപ്പം ആദ്യം നമ്മൾ ഡിസ്പ്ലേയുടെ ആയിരുന്നു നോക്കുകയാണെന്നുണ്ടെങ്കിൽ മോട്ടോ G45 5Gയിൽ 6.5 ഇഞ്ചിന്റെ HD+ ഡിസ്പ്ലേ ആണ് വരുന്നത്. റിയൽമി C63 5Gയിൽ 6.6 ഇഞ്ചിന്റെ HD+ ഡിസ്പ്ലേ ആണ് വരുന്നത്. അപ്പോൾ ഡിസ്പ്ലേ സൈസിന്റെ കാര്യത്തിൽ ചെറിയൊരു വ്യത്യാസമൊക്കെ വരുന്നുണ്ട്. പിന്നെ രണ്ട് ഫോണുകളിലും ഈ ഒരു പ്രൈസ് റേഞ്ചിലായിട്ടും HD റെസൊല്യൂഷനെ കൊടുത്തിട്ടുള്ളൂ. അപ്പം അതിൽ വലിയ ഡിഫറൻസ് ഒന്നും വരുന്നില്ല. രണ്ട് ഫോണുകളിലും LCD പാനൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. രണ്ട് ഫോണുകളിലും പഞ്ചോൾ ഡിസൈൻ വരുന്നുണ്ട്. പഞ്ചോൾ വരുന്ന ടോപ്പ് സെൻറ്റർ ഭാഗത്ത് ആയിട്ടാണ്. രണ്ട് ഫോണുകളിലും 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 240 ഹെർട്സിന്റെ ടച്ച് സാമ്പിളിംഗ് റേറ്റും കൊടുത്തിട്ടുണ്ട്. മോട്ടറോളയുടെ പീക്ക് ബ്രൈറ്റ്നസ് വരുന്നത് 580 നിറ്റ്സ് ആണ്. റിയൽമിയുടെ പീക്ക് ബ്രൈറ്റ്നസ് വരുന്നത് 625 നിറ്റ്സ് ആണ്. പിന്നെ മോട്ടറോളയുടെ ഫ്രണ്ടിൽ ഗൊറില്ല ഗ്ലാസ് 3യുടെ പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടുണ്ട്. റിയൽമിയിൽ ഏത് പ്രൊട്ടക്ഷൻ ആണ് എന്നുള്ള കാര്യം അവർ മെൻഷൻ ചെയ്തിട്ടില്ല. അപ്പം ഡിസ്പ്ലേ ഫീച്ചേഴ്സ് മൊത്തത്തിൽ നോക്കുമ്പോൾ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ ഭയങ്കര വലിയ ഡിഫറൻസ് ഉണ്ട് എന്നൊന്നും പറയാൻ പറ്റില്ല. ഏകദേശം സിമിലർ ആയിട്ടുള്ള ഡിസ്പ്ലേ ഫീച്ചേഴ്സ് ഒക്കെ തന്നെയാണ് രണ്ട് ഫോണുകളിലും വരുന്നത്. രണ്ട് ഫോണുകളിലും സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സെൻസർ കൊടുത്തിട്ടുണ്ട്. മോട്ടറോളയുടെ വെയിറ്റ് വരുന്നത് ഏകദേശം 183 ഗ്രാമാണ്. റിയൽമിയുടെ വെയിറ്റ് വരുന്നത് ഏകദേശം 192 ഗ്രാമാണ്. അപ്പം വെയിറ്റ് കമ്പാരിറ്റീവ്ലി കുറവ് മോട്ടറോളയ്ക്കാണ്. അതുപോലെ തന്നെ തിക്നെസ്സിന്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ മോട്ടറോളയുടെ തിക്നെസ് വരുന്നത് 8.03 mm ആണ്. റിയൽമിയുടെ തിക്നെസ് വരുന്നത് 7.94 mm ആണ്. അപ്പോൾ തിക്നെസ്സിന്റെ കാര്യത്തിൽ വലിയൊരു ഡിഫറൻസ് വരുന്നില്ല. പിന്നെ മോട്ടറോളയിൽ IP52 റേറ്റിംഗ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്നാൽ റിയൽമിയിൽ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള IP64 റേറ്റിംഗ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പം ഈ ഒരു കാര്യത്തിൽ റിയൽമിക്ക് ഒരു അഡ്വാൻറ്റേജ് വരുന്നുണ്ട്. പിന്നെ ഡിസൈൻ എന്നുള്ളത് പേഴ്സണൽ പ്രിഫറൻസ് ആണ്. നിങ്ങൾക്ക് ഈ രണ്ട് ഫോണുകളുടെ ഡിസൈനിൽ ഏതാണ് ഇഷ്ടപ്പെട്ടത് എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പം എൻ്റെ ഒരു പേഴ്സണൽ പ്രിഫറൻസ് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് മോട്ടറോളയുടെ ഡിസൈനാണ് കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടത്. ഒരു വീഗൻ ലെതർ ടൈപ്പിൻ്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. ഇനി പ്രോസസ്സറിന്റെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ മോട്ടറോളയിൽ സ്നാപ്ഡ്രാഗൺ 6s Gen 3 എന്ന പ്രോസസ്സറാണ് കൊടുത്തിരിക്കുന്നത്. റിയൽമിയിൽ MediaTek Dimensity 6300 എന്നുള്ള പ്രോസസ്സറും കൊടുത്തിട്ടുണ്ട്. രണ്ടും ഏകദേശം അടുത്ത് വരുന്ന പ്രോസസ്സറൊക്കെ തന്നെയാണ്. എന്നാലും കുറച്ചും കൂടി ബെറ്റർ സ്നാപ്ഡ്രാഗൺ 6s Gen 3 എന്ന പ്രോസസ്സർ ആയിരിക്കും. അതുപോലെ തന്നെ ഗെയിമിങ്ങിലൊക്കെ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള സെറ്റിംഗ്സും കാര്യങ്ങളൊക്കെ നമുക്ക് മോട്ടറോളയിൽ ലഭിക്കുന്നുണ്ട്. പെർഫോമൻസും ഗെയിമിംഗ് ഒക്കെയാണ് നോക്കുന്നത് എന്നുണ്ടെങ്കിൽ ഈ രണ്ട് ഫോണുകളിൽ കുറച്ചും കൂടി ബെറ്റർ മോട്ടോ G45 5G എന്നുള്ള സ്മാർട്ട് ഫോൺ ആയിരിക്കും. അപ്പം ആ ഒരു കാര്യത്തിൽ മോട്ടറോളയ്ക്ക് ഒരു അഡ്വാൻറ്റേജ് വരുന്നുണ്ട്. രണ്ട് ഫോണുകളിലും 5G സപ്പോർട്ട് വരുന്നുണ്ട്. മോട്ടറോളയിൽ 13 5G ബാൻഡ്സ് ആണ് വരുന്നത്. റിയൽമിയിൽ 9 5G ബാൻഡ്സും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ 5G ബാൻഡ്സും കാര്യങ്ങളൊക്കെ മോട്ടറോളയിൽ വരുന്നുണ്ട്. രണ്ട് ഫോണുകളുടെയും ബേസ് വേരിയന്റിൽ 4GB റാമും 128GB ഇന്റേണലുമാണ് വരുന്നത്. രണ്ട് ഫോണുകളിലും 8GB റാമും 128GB ഇന്റേണലുമായിട്ട് വരുന്ന ഒരു വെർഷനും വരുന്നുണ്ട്. റിയൽമിയിൽ ഇത് കൂടാതെ 6GB റാം 128GB ഇന്റേണൽ വെർഷൻ വരുന്നുണ്ട്. മോട്ടറോളയിൽ ഇപ്പം ഇങ്ങനൊരു വെർഷൻ വരുന്നില്ല. രണ്ട് ഫോണുകളിലും LPDDR4Xന്റെ റാമും അതുപോലെ തന്നെ UFS 2.2 സ്റ്റോറേജ് ടൈപ്പാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ മെമ്മറി എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ രണ്ട് ഫോണുകളിലും ഹൈബ്രിഡ് സിം സ്ലോട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതായത് മെമ്മറി കാർഡ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാം. പക്ഷേ മെമ്മറി കാർഡ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു സിം മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ മോട്ടറോളയിൽ സ്റ്റീരിയോ സ്പീക്കേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. എന്നാൽ റിയൽമിയിൽ സിംഗിൾ സ്പീക്കറേ കൊടുത്തിട്ടുള്ളൂ. അതുപോലെ തന്നെ മോട്ടറോളയിൽ ഡോൾബി അറ്റ്മോസിന്റെ സൗണ്ടും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പം ഈ കാര്യങ്ങളിലൊക്കെ മോട്ടറോളയ്ക്ക് ഒരു അഡ്വാൻറ്റേജ് വരുന്നുണ്ട്. ബെറ്റർ ആയിട്ടുള്ള ഒരു സൗണ്ട് ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. രണ്ട് ഫോണുകളിലും 3.5 ഓഡിയോ ജാക്ക് കൊടുത്തിട്ടുണ്ട്. സോഫ്റ്റ്വെയറിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് ഫോണുകളിലും Android 14 ബേസ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ആണ് വരുന്നത്. ഇതിൽ മോട്ടറോളയിൽ MyUX സോഫ്റ്റ്വെയർ ആണ് വരുന്നത്. റിയൽമിയിൽ റിയൽമി സോഫ്റ്റ്വെയറും വരുന്നുണ്ട്. അപ്പം ഇതിൽ കമ്പാരിറ്റീവ്ലി പ്ലോട്ട്വെയർസ് ഒക്കെ കുറവ് മോട്ടറോളയിലാണ്. അതുപോലെ തന്നെ മോട്ടറോളയിൽ സെക്യൂർ ഫോൾഡർ പിന്നെ സ്മാർട്ട് കണക്ട് ഇതുപോലുള്ള ഫീച്ചേഴ്സ് ഒക്കെ വരുന്നുണ്ട്. അപ്പം ലാപ്ടോപ്പായിട്ട് നമുക്ക് ഈസി ആയിട്ട് കണക്ട് ചെയ്യാനുള്ള ഫീച്ചേഴ്സ് ഒക്കെ ഇതിൽ വരുന്നുണ്ട്. ഒക്കെ നല്ല കാര്യങ്ങൾ തന്നെയാണ്. അപ്പം സോഫ്റ്റ്വെയറിന്റെ കാര്യത്തിലും ഞാൻ കുറച്ചും കൂടി പ്രിഫർ ചെയ്യുന്നത് മോട്ടറോള ആയിരിക്കും. അപ്പം ഇത് പേഴ്സണൽ പ്രിഫറൻസ് ആണ്. നിങ്ങൾ ഏത് സോഫ്റ്റ്വെയർ ആണ് പ്രിഫർ ചെയ്യുന്നത് എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. ഇനി ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ മോട്ടറോളയിൽ ഫോണിന്റെ പിന്നിൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പ് കൊടുത്തിട്ടുണ്ട്. 50 മെഗാ പിക്സൽ മെയിൻ ക്യാമറ സെൻസറും അതുപോലെ തന്നെ 2 മെഗാ പിക്സൽ ഒരു മാക്രോ ലെൻസും വരുന്നുണ്ട്. റിയൽമിയിൽ 32 മെഗാ പിക്സൽ ഒരു മെയിൻ ക്യാമറ സെൻസറാണ് കൊടുത്തിരിക്കുന്നത്. ക്യാമറ കമ്പാരിസൺ നമ്മൾ മറ്റു സൈറ്റുകളിൽ ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. മനസ്സിലായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ മോട്ടറോളയിൽ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള സ്കിൻ ടോൺസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതുപോലെ തന്നെ ലൈറ്റ് കൺട്രോൾ കുറച്ചും കൂടി ബെറ്റർ ആണ്. ലോ ലൈറ്റ് പെർഫോമൻസ് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ വീഡിയോ റെക്കോർഡിങ് കുറച്ചും കൂടി ബെറ്റർ ആണ്. ബാക്ക് ക്യാമറയുടെ കാര്യത്തിൽ കുറച്ചും കൂടി ബെറ്റർ മോട്ടറോള ആയിരിക്കും. ഇനി സെൽഫി ക്യാമറയുടെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ മോട്ടറോളയിൽ 16 മെഗാ പിക്സൽ സെൽഫി ക്യാമറ ആണ് കൊടുത്തിരിക്കുന്നത്. റിയൽമിയിൽ 8 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും കൊടുത്തിട്ടുണ്ട്. സെൽഫി ക്യാമറയുടെ കാര്യത്തിലും കുറച്ചും കൂടി ബെറ്റർ മോട്ടറോള ആയിരിക്കും.
ഇപ്പോൾ ലോ ലൈറ്റ് കണ്ടീഷൻസിലും മോട്ടറോള കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. അപ്പോൾ ക്യാമറ നമ്മൾ ഓവറോൾ നോക്കുമ്പോൾ കുറച്ചും കൂടി ബെറ്റർ മോട്ടറോള ആയിരിക്കും. അപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ക്യാമറ ആണ് നോക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ രണ്ട് ഫോണുകളിൽ നിങ്ങൾക്ക് മോട്ടറോള നോക്കാവുന്നതാണ്. ഇനി ബാറ്ററിയുടെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ രണ്ട് ഫോണുകളിലും 5000 mAh ബാറ്ററി തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ മോട്ടറോളയിൽ 18 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് നമുക്ക് ലഭിക്കുന്നുണ്ട്. എന്നാൽ റിയൽമിയിൽ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് വരുന്നില്ല, 10 വാട്ടിൻ്റെ ചാർജിങ് സ്പീഡേ വരുന്നുള്ളൂ. അപ്പം ഈ ഒരു കാര്യത്തിലും മോട്ടറോളയ്ക്ക് ഒരു അഡ്വാൻറ്റേജ് വരുന്നുണ്ട്. രണ്ട് ഫോണുകളിലും ടൈപ്പ് സി ചാർജിങ് പോർട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ രണ്ട് ഫോണിൻ്റെയും ബോക്സിൽ ചാർജർ കൊടുത്തിട്ടുണ്ട്, പക്ഷേ മോട്ടറോളയിൽ നമുക്ക് ഫാസ്റ്റ് ചാർജർ തന്നെ ലഭിക്കുന്നുണ്ട്. അപ്പം ഇതൊക്കെയാണ് ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. വിലയുടെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ രണ്ട് ഫോണിൻ്റെയും വില ഓൾമോസ്റ്റ് സെയിം ആണ് വരുന്നത്. രണ്ട് ഫോണുകളുടെയും 4 GB റാം 128 GB ഇന്റേണൽ വെർഷൻ്റെ വില വരുന്നത് 10,999 രൂപയാണ്. അതുപോലെ തന്നെ രണ്ട് ഫോണുകളുടെയും 8 GB റാം 128 GB ഇന്റേണൽ വെർഷൻ്റെ വില വരുന്നത് 12,999 രൂപയാണ്. റിയൽമിയിൽ ഇത് കൂടാതെ ഒരു 6 GB റാം വെർഷൻ വരുന്നുണ്ട്. ഇതിൻ്റെ വില വരുന്നത് 11,999 രൂപയാണ്. ഇങ്ങനൊരു വെർഷൻ മോട്ടറോളയിൽ വരുന്നില്ല. വില ഓൾമോസ്റ്റ് സെയിം ആണ്. എന്തായാലും ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മോട്ടറോളയിൽ നമുക്ക് ഗൊറില്ല ഗ്ലാസ് 3യുടെ പ്രൊട്ടക്ഷൻ കാര്യങ്ങളൊക്കെ ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വെയിറ്റ് കമ്പാരിറ്റീവ്ലി കുറച്ചൊന്ന് കുറവാണ്. പിന്നെ സ്ലൈറ്റ്ലി ബെറ്റർ ആയിട്ടുള്ള ഒരു പ്രോസസ്സറും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഫോണിൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഡോൾബി അറ്റ്മോസിൻ്റെ സൗണ്ടൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ക്യാമറ പെർഫോമൻസ് ഈ ഫോണിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ ബാറ്ററിയുടെ കാര്യത്തിൽ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ചാർജിങ് സ്പീഡും നമുക്ക് ലഭിക്കുന്നുണ്ട്. അപ്പം റിയൽമിയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ IP64 റേറ്റിംഗ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ബെറ്റർ ആയിട്ടുള്ള IP റേറ്റിംഗ് ആണ്. അത് നമുക്ക് അഡ്വാൻറ്റേജ് ആയിട്ട് പറയാവുന്നതാണ്. ബാക്കി വലിയ അഡ്വാൻറ്റേജസ് ഒന്നും കാണുന്നില്ല. അപ്പം ഇതൊക്കെയാണ് ഈ രണ്ട് ഫോണിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. അപ്പം ഈ രണ്ട് ഫോണുകളിൽ നിങ്ങൾ ഏത് ഫോൺ സെലക്ട് ചെയ്യും എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പം എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ Moto G45 5G എന്ന സ്മാർട്ട് ഫോൺ ആയിരിക്കും സെലക്ട് ചെയ്യുക. കാരണം പല കാര്യങ്ങളും ഇതിൽ ബെറ്റർ ആയിട്ട് വരുന്നുണ്ട്. മെയിനായിട്ട് ബാറ്ററി കുറച്ചും കൂടി ബെറ്റർ ആണ്. സ്റ്റീരിയോ സ്പീക്കേഴ്സ് ലഭിക്കുന്നുണ്ട്. കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു പ്രോസസ്സറും കാര്യങ്ങളൊക്കെ ഇതിൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. പിന്നെ ക്യാമറ ഒരു അഡ്വാൻറ്റേജ് ആണ്. പക്ഷേ എൻ്റെ കാര്യത്തിൽ അത് അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമല്ല. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് ഇമ്പോർട്ടൻറ്റ് എന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് ഒരു ഫോൺ സെലക്ട് ചെയ്യുക. എന്തായാലും ഈ രണ്ട് ഫോണുകളിൽ നിങ്ങൾ ഏത് ഫോൺ സെലക്ട് ചെയ്യും എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.